മുട്ടുവേദന വന്നു. മുട്ടുവേദന നമുക്കൊരു ഇഞ്ചുറി കൊണ്ടാണ് വന്നത്, ലിഗമെന്റ് സ്പ്രെയിൻ കൊണ്ട് വന്നു, അല്ലെങ്കിൽ ചെറിയൊരു ടയർ കൊണ്ട് വന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശസ്ത്രക്രിയ ആവശ്യമുള്ള ഘട്ടങ്ങളുണ്ട്. ശസ്ത്രക്രിയ അനിവാര്യമായിട്ടുള്ള ഘട്ടങ്ങൾ, അതായത് കംപ്ലീറ്റ് ടയറായി ആ മുട്ടിന്റെ സ്റ്റെബിലിറ്റി പോവും, അങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ സർജറി ഈസ് എ ഗുഡ് ഓപ്ഷൻ. കാരണം ഇപ്പോൾ അതിനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട്. പക്ഷെ ചെറിയ ടയറിനും കൂടി സർജറി ചെയ്യണം എന്നുള്ളത് എൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പം ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും ആദ്യത്തെ ഘട്ട ചികിത്സകൾ എപ്പോഴും ഒരു നമ്മൾ റീഹാബിലിറ്റേഷൻ രീതിയിലുള്ള എക്സസൈസസും കാര്യങ്ങളും കൊണ്ടാണ് ചെയ്യുന്നത്. അത് വർക്ക് ചെയ്തില്ലെങ്കിൽ മാത്രമാണ് സർജറിയിലേക്ക് പോകുന്നത്. അപ്പം അതേ ഒരു നമ്മൾ ചിന്താഗതിയിൽ നോക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഈ സർജറി ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് ആയുർവേദ ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം പേഷ്യൻസിന് പോസിറ്റീവ് ഔട്ട്കം, അതായത് സർജറി വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ ചികിത്സ കൊണ്ട് പറ്റും. അപ്പോൾ ശരിക്കും ഒരു കോമ്പറ്റീഷനെക്കാട്ടിലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് പേഷ്യൻറ്റിനായിരിക്കും ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാവുക. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്നുള്ളത് പേഷ്യൻറ്റിന് സുഖം കിട്ടുക, രോഗിക്ക് സുഖം നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നടക്കുമ്പോൾ നമുക്ക് ഈ കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് മാറ്റി വയ്ക്കാവുന്നതാണ്.